നിങ്ങളുടെ ബാത്റൂം ചെറുതാണോ? പേടിക്കണ്ട. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഏത് ചെറിയ ബാത്റൂമും സ്പേഷ്യസും ലക്ഷറീസും ആക്കി എടുക്കാം. എന്റെ പേര് നിക്സൺ ദേവസി. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് നമുക്ക് ടൈലിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പൊ ടൈല് പർച്ചേസ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ബാത്റൂമിലേക്ക് ടൈല് പർച്ചേസ് ചെയ്യുമ്പോൾ, ചെറിയ ബാത്റൂം ഒക്കെ ആണെങ്കിൽ നമ്മൾ മാക്സിമം, അതായത് മിനിമം ഒരു 4-2 ടൈലെങ്കിലും പർച്ചേസ് ചെയ്യാൻ നോക്കാം. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ബാത്റൂം കുറച്ചുകൂടി സ്പേഷ്യസ് ആയിട്ട് തോന്നും. ഇതിപ്പോൾ നമ്മൾ ചെയ്തേക്കുന്നത് 80-160 ടൈലാണ്, അതായത് പ്ലെയിൻ ആണ് ഇപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മാക്സിമം നമ്മൾ ഡാർക്ക് ഷെയ്ഡ് എടുക്കാതിരിക്കാൻ നോക്കുക. ലൈറ്റ് ഷെയ്ഡ് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സ്പേഷ്യസ് ആയിട്ട് തോന്നും, നമ്മുടെ ബാത്റൂം ഒക്കെ കുറച്ചുകൂടി എൻലാർജ് ആയിട്ട് തോന്നും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇതുപോലുള്ള കട്ടിങ്സ് മാക്സിമം ഒഴിവാക്കുക. ഇപ്പൊ നമ്മൾ 4-2 സൈസ് ആണ് ടൈൽ എടുക്കുന്നെങ്കിൽ ആ 4-2 തന്നെ നമ്മൾ ലേ ചെയ്യാൻ നോക്കുക. അതായത് മാക്സിമം കട്ടിങ് ഒഴിവാക്കുക. കട്ടിങ് വന്നാൽ തന്നെ നമുക്കറിയാം അത് കുറച്ചും കൂടി നമുക്ക് എക്സ്പെൻസീവ് ആണ്. നമ്മൾ എപ്പോക്സി ചെയ്യണം, പിന്നെ അതിനുള്ള കോസ്റ്റ് വേറെ വരും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മാക്സിമം റൂഫ് ഹൈറ്റ് വരെ ഒട്ടിക്കാൻ നോക്കുക. പിന്നെ മാക്സിമം ലൈറ്റ് കളർ യൂസ് ചെയ്യുക, ഡാർക്ക് കളർ യൂസ് ചെയ്യാതെ ലൈറ്റ് കളർ കൂടുതൽ കയറ്റുക. അപ്പൊ നമ്മുടെ ബാത്റൂം കൂടുതലും സ്പേഷ്യസും പ്രീമിയം ലുക്കിലേക്ക് നമുക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടൈലിന്റെ പാറ്റേണിലാണ്. അപ്പോൾ ടൈലിന്റെ പാറ്റേൺ ഞാൻ ഉദ്ദേശിച്ചത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ഒത്തിരി ഡിസ്ട്രാക്ട് ആയിട്ടുള്ള ഡിസൈൻസ് എടുക്കാതെ മാക്സിമം നമ്മൾ ഇത് കണ്ടോ, ചെറിയൊരു ഡിസൈൻ വരുന്ന രീതിയിൽ, ഒരു ബ്ലററി ലുക്കിനോട് വരുന്ന രീതിയിലുള്ള ടൈൽസ് എടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ബാത്റൂം കൂടുതൽ സ്പേഷ്യസ് ആയിട്ട് തോന്നും. അതല്ലെങ്കിൽ നമ്മുടെ ബാത്റൂം ഭയങ്കരമായിട്ട് ഇടുങ്ങിയതായിട്ട് നമുക്ക് അനുഭവപ്പെടുള്ളൂ. അപ്പോൾ ഇതെല്ലാം പ്രത്യേകം ഓർക്കുക. നമ്മൾ ചെറിയ ബാത്റൂമിലേക്ക് ടൈൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വെർട്ടിക്കൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ സ്റ്റോറേജ് നമ്മൾ ചെയ്യാൻ നോക്കുക. അതായത് നമ്മൾ ഇതിന്റെ സോപ്പ് ഡിഷ്, ഹാൻഡ് വാഷ് ഒക്കെ വെക്കാനായിട്ട് മാക്സിമം നമ്മൾ ടൈലിൽ തന്നെ ഇതുപോലെ സെറ്റ് ചെയ്യാൻ നോക്കുക. അത് നമുക്ക് കുറച്ചുകൂടി സ്പേഷ്യസ് ആയിട്ട് തോന്നിക്കും. അതുപോലെ തന്നെ നമ്മൾ പലരും ഇപ്പൊ ചെയ്യുന്നത്, എല്ലാവരും പുറത്ത് ബോൾട്ട് ചെയ്തിട്ട്, അതായത് സോപ്പിനും ഇതൊക്കെ വെക്കാനായിട്ട് പുറത്ത് ബോൾട്ട് ചെയ്തിട്ടാണ് വെക്കുന്നത്. അതൊക്കെ നമുക്ക് ഒഴിവാക്കുക. ഒഴിവാക്കി കഴിയുമ്പോൾ നമ്മുടെ ബാത്റൂം സ്പേഷ്യസ് ആയിട്ട് തന്നെ തോന്നും. ആ ഒരു പ്രീമിയം ലുക്കിലേക്ക് തന്നെ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ചെറിയ ബാത്റൂം ആണെന്ന് വിചാരിച്ച് ചെറിയ മിറർ അതൊരിക്കലും നിങ്ങൾ ചെയ്യരുത്. നമ്മൾ വലിയ മിറർ തന്നെ നമ്മൾ വെക്കാൻ നോക്കുക. അത് നമ്മുടെ ബാത്റൂമിനെ കുറച്ചുകൂടി, അതായത് ഇല്യൂഷൻ കുറച്ചുകൂടി വലുതായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ചെറിയ ബാത്റൂം ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഫോക്കസ് ഓൺ വൺ എലിമെന്റ്. കയറി വരുന്നവർക്ക് തന്നെ ഒരു വലിയ മിറർ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ആയി. അപ്പൊ നമ്മൾ ആ ഇതിനകത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇല്യൂഷൻ, അതായത് ഒത്തിരി വലുതാണ് ബാത്റൂം, ഒത്തിരി വലുതാണെന്നുള്ള ഫീലും നമുക്ക് ഉണ്ടാവും. ചെറിയ ബാത്റൂമിലേക്ക് EWC എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൂടുതൽ നമ്മൾ സിംഗിൾ പീസ് എടുക്കാതെ വാൾ ഹാങ്ങിന് എടുക്കാൻ ശ്രദ്ധിക്കുക. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ ലെങ്ത് വരുമ്പോൾ ഏകദേശം 27-28 ഇഞ്ചാണ് വരുന്നതെങ്കിൽ, വാൾ ഹാങ്ങിന്റെ ആണെങ്കിൽ മാക്സിമം ഒരു 21.5 ഇഞ്ച് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. അത്രം സ്പേസ് നമുക്ക് അവിടെ ലാഭിക്കാൻ പറ്റും. അതായത് അതിന്റെ ടാങ്ക് വരുമ്പോൾ കൺസീൽഡ് ടാങ്ക്, അതായത് ടാങ്ക് ഭിത്തിക്കുള്ളിലാണ് പോകുന്നത്. അതും നമുക്ക് കുറച്ചും കൂടി പ്രീമിയം ലുക്കിലേക്ക് തന്നെ കൊണ്ടുവരാനായിട്ട്. അപ്പോൾ വാൾ ഹാങ് യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഉപകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിത് ഒത്തിരി പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാതെ ഒതുങ്ങിയിരിക്കുന്ന ഒരു ഫീൽ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ക്ലീനിങ് ഒക്കെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ബാത്റൂം ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ഇങ്ങനെയുള്ള ഗ്രേറ്റിംഗ്സ് മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനകത്ത് നമുക്ക് ബാഡ് സ്മെൽസ് ഉണ്ടാവും. അതേപോലെ ഇൻസെക്ട്സ്, പല്ലി, പാറ്റ, പഴുതാരയൊക്കെ കയറി വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതിന് പകരമായിട്ട് ഇപ്പൊ എല്ലാവരും ചെയ്യുന്നത് കണ്ടോ, ഇത് നമ്മുടെ ടൈൽ ഇൻസേർട്ടർ, അതായത് നമ്മുടെ 304 ഗ്രേഡ് തുരുമ്പ് പിടിക്കില്ല. ഇനിയുള്ള ഇത് നമ്മുടെ ഒരു ബോണസ് ടിപ്പാണ്. ഇനിയുള്ള കാലങ്ങളിൽ നമുക്ക് ഇതാണ് ഇനി എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാക്സിമം ഇത് തന്നെ ചെയ്യാൻ നോക്കുക. ഈ ഗ്രേറ്റിംഗ്സ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് വെച്ചിട്ടുണ്ടത് പോലും തോന്നൂല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മൾ ടൈല്, നമ്മൾ ഫ്ലോറിൽ ഇടുന്ന ഏത് ടൈലാണോ ആ ടൈല് തന്നെ കട്ട് ചെയ്ത് ഇതിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ടൈൽ ഇൻസേർട്ടർ. അപ്പൊ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് അവിടെ ഉണ്ടെന്ന് പോലും തോന്നില്ല. ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് ചെറിയ ബാത്റൂമും നമുക്ക് വേറെ ലെവലാക്കാൻ പറ്റും. നമ്മുടെ ഇപ്പോൾ പതിയാറ ബിൽഡോന്റെ സാനിറ്ററി സെക്ഷൻ ആണ് കാണുന്നത്. കെറോവിറ്റിന്റെ തന്നെ ഒത്തിരി ബാത്റൂമിന്റെ കോംബോ ഓഫേഴ്സും നമുക്ക് നടക്കുന്നുണ്ട്. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.